അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കണം. അതിനു വേണ്ടി മാക്സിമം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. പുതിയ വിവരം, പുതിയൊരു ക്രൈറ്റീരിയ എന്നുള്ളത് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഇത്രയും നാളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിന് ഡബിളായിട്ട് ഇനി കഷ്ടപ്പെടണമല്ലോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഭയങ്കരമായിട്ടും ഭയങ്കര ടെൻഷൻ അടിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നെയാണ് ആ അപ്ഡേഷനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടും കൂടി ആ അപ്ഡേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ അപ്ഡേഷൻ മെയിനായിട്ട് ബാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആവാത്ത യൂട്യൂബ് ചാനലുണ്ടല്ലോ, അങ്ങനെയുള്ള ചാനലുകൾക്കാണ് ഈ ഒരു അപ്ഡേഷനെ കുറിച്ച്. ഈ അപ്ഡേഷൻ വന്നതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളൊരു സംഭവം. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയൊരു പണിയാണ് ശരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ, എനിക്കാണെങ്കിൽ നല്ല തൊണ്ടക്കും വലിയ സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അപ്ഡേഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാം. ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു വളരെ ഉപകാരപ്പെടുമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും, പിന്നെ ഈ അപ്ഡേഷനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരും അവരും കൂടി അറിയട്ടെ എന്താണ് പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് നമുക്കറിയാമല്ലോ, യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് നമുക്ക് വീഡിയോസിനാണെങ്കിൽ 4000 വാച്ച് അവറും അതേപോലെ 1000 സബ്സ്ക്രൈബേഴ്സും. 1000 സബ്സ്ക്രൈബേഴ്സ് പെർമനൻ്റ് ആണ്. അത് അപ്പോഴും ഇപ്പോഴും ഒരേപോലെ തന്നെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ലോങ് വീഡിയോസിന് 4000 വാച്ച് അവറുമാണ് ഇത്രയും നാൾ വരെ നമുക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ ഷോർട്സിനാണെങ്കിലും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മില്യൺ വ്യൂസ്, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്നതിൻ്റെ കാര്യമല്ല, ഫുൾ മോണിറ്റൈസേഷൻ ആവാനായിട്ട് 10 മില്യൺ വ്യൂസും ആണ് ഇത്രയും നാൾ വരെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തിരുന്നത്. മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് അവർ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വളരെ 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 അധികം ചേഞ്ച് ആയിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന്. ആ ക്രൈറ്റീരിയ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഭയങ്കര ഒരു വലിയൊരു പണിയാണ്. അതിന് നമുക്കധികം സമയവുമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബിൻ്റെ ഈ അപ്ഡേഷൻ കാരണം, അതായത് പുതിയ അപ്ഡേഷൻ വരാനായിട്ട്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുറച്ച് മുന്നെയാണ് ഈ പുതിയൊരു അപ്ഡേഷനെ പറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ക്രൈറ്റീരിയ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന വാച്ച് അവറും അതേപോലെ വ്യൂസും ഒന്നും അല്ല ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ ലോങ് വീഡിയോസിന് ഇത്രയും നാളും ഉണ്ടായിരുന്ന 4000 വാച്ച് അവർ എന്നുള്ളത് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ ചേഞ്ചസ് ഒന്നുമില്ല. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇപ്പോഴും വേണ്ടത്. പുതിയ ക്രൈറ്റീരിയയിൽ വരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സിന് വേറെ കുഴപ്പമൊന്നുമല്ല, വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ വാച്ച് അവർ, അതായത് നമ്മൾ ലോങ് വീഡിയോസ് വെച്ച് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ ലോങ് വീഡിയോസ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നവർ വാച്ച് അവർ 4000 എന്നുള്ളത് 8000 ആയിരിക്കുകയാണ്. 8000 വാച്ച് അവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 8000 വാച്ച് അവേഴ്സ് ആക്കണം. അതേപോലെ നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ അതിന് നേരത്തെ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് 10 മില്യൺ ആയിരുന്നു. അതായത് 1 കോടി, 10 മില്യൺ വ്യൂസ് ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി 20 മില്യൺ ആയിരിക്കുകയാണ്. 20 മില്യൺ വ്യൂസ്, അതായത് ഷോർട്സിൻ്റെ വ്യൂസ് 20 മില്യണും വാച്ച് അവർ 8000 വാച്ച് അവേഴ്സും, അതായത് ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി ആക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഈ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ഇത്രയും നാൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഡബിളായിട്ട് ഇനി കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഡബിളായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വാച്ച് അവറും അതേപോലെ വ്യൂസും ആക്കി എടുക്കാൻ പറ്റുള്ളൂ.
പിന്നെ ലോങ് വീഡിയോസിന് ഈ 8000 വാച്ച് അവേഴ്സ് എന്നുള്ളത് 4000-ന്റെ ഇരട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന് അത്യാവശ്യം ഡെയിലി തന്നെ ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി ചിലപ്പോൾ ഒരു 1-2 ലോങ് വീഡിയോസ് എങ്കിലും ചെയ്യേണ്ടി വരും ഇങ്ങനെയാണെന്നാണെങ്കിൽ. പക്ഷേ അതിനുള്ള സമയം ഇതേപോലെ തന്നെയാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെയാണ് 8000 വാച്ച് അവർ ആക്കി എടുക്കേണ്ടത്. മറ്റേത് 3 മാസത്തിനുള്ളിൽ. നേരത്തെ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ ആണെന്നാണെങ്കിൽ ഇപ്പോൾ അത് 3 മാസത്തിനുള്ളിൽ 20 മില്യൺ ആണ്. 20 മില്യൺ ആക്കണം. പിന്നെ ഈ ഒരു ക്രൈറ്റീരിയയുടെ ഇത് ടൈം നിലവിൽ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2027 2027 ഫെബ്രുവരി 1-നാണ് ഈ ഒരു ക്രൈറ്റീരിയയുടെ ഇത് നിലവിൽ വരുന്നത്. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. 2027 ജാനുവരി ലാസ്റ്റ് വരെ സമയമുണ്ട്. എന്ത് മോണിറ്റൈസേഷൻ പഴയ രീതിയിൽ തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കണം. അതിന് വേണ്ടി മാക്സിമം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. കൂടുതൽ ലോങ് വീഡിയോസ് ചെയ്യാനും കൂടുതൽ ഷോർട്സ് ചെയ്യാനും എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ കൂടുതൽ ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അതിന് മുന്നേ അതായത് ഫെബ്രുവരി 1-ാം തീയതി 2027 ഫെബ്രുവരി 1-ാം തീയതിക്ക് മുന്നേ തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം. അതിനുശേഷമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ 8000 വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് മാറും. അപ്പോൾ അത് ആ ഒരു 8000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഹാഫ് മോണിറ്റൈസേഷന്റെ കാര്യത്തിൽ വേറെ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. ഹാഫ് മോണിറ്റൈസേഷൻ ആക്കുന്നത് ഇപ്പോഴത്തെ രീതി തന്നെയാണ്. ഇപ്പോഴത്തെ ആ ഒരു നിലവിലുള്ള ഇത് തന്നെയാണ് പുതിയതിലും ഉള്ളത്. അതിന് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഈ ലോങ് വീഡിയോസ് അതായത് ഫുൾ മോണിറ്റൈസേഷൻ ആക്കുന്നതിൻ്റെ ക്രൈറ്റീരിയാസ് ആണ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും മാറി 1000 സബ്സ്ക്രൈബേഴ്സിന് മാറ്റമൊന്നുമില്ല. എന്നാൽ 4000 വാച്ച് അവർ എന്നുള്ളത് 8000 വാച്ച് അവറിലേക്ക് മാറിയിരിക്കുകയാണ്. അതേപോലെ ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസ് 10 മില്യൺ എന്നതിൽ നിന്ന് 20 മില്യണിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനൽ ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കാനും അതിലൂടെ പൈസ സമ്പാദിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെന്ന്. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലും ഇത് എത്തിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും ഇത് വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ മാക്സിമം ചെറിയ സമയത്തിനുള്ളിൽ ഇത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും അത് ഫുള്ളായിട്ട് കാണണമെന്നില്ല. മിക്കവരും തന്നെ ലാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പോയി കാണാനായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെറിയ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി, അതായത് ഈ ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതായത് ഇനി വേറെയും ചില മാറ്റങ്ങളൊക്കെ യൂട്യൂബ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പുതിയ അപ്ഡേഷനും യൂട്യൂബ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ബൈ.